നൈസായിട്ട് അടുത്ത പണി കിട്ടി. ഇത് ഇവിടുന്ന് പൊട്ടിപ്പോന്നു. ഈ ഒരു പാനിയേഴ്സ് എനിക്ക് എൻ്റെ ടോപ്പ് ബോക്സിനകത്ത് കൊള്ളുമെന്ന് നോക്കട്ടെ. കൊള്ളുകയാണെങ്കിൽ രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. ഏകദേശം 1 മണിക്കൂറായിട്ട് ഇവിടെ സ്റ്റക്കാണ്. 2.5 മണിക്കൂറിലധികമായി, 2.25 മണിക്കൂറായി ബ്ലോക്കിൽ പെട്ടിട്ട്. ഇതുവരെ ബ്ലോക്ക് കഴിഞ്ഞില്ല. ഹിമാചലിൽ വന്ന ആ ഒരു മഴയും വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ ഈ ഒരു മണ്ണിടിച്ചിലിൻ്റെ ഒക്കെ ചെറിയൊരു പരിപാടി ഇവിടെ ജമ്മുവിലും കിട്ടിയിട്ടുണ്ട് കേട്ടോ, കാശ്മീരിലും കിട്ടിയിട്ടുണ്ട്. വണ്ടി ഇങ്ങനെ ഒന്നും അറിയില്ല. മൊത്തം പൊളിഞ്ഞുള്ള ഫ്രണ്ട് പൊളിഞ്ഞു. ഇടയിലൂടെ വളഞ്ഞ് പൊളഞ്ഞ് പോകുന്ന റോഡ്, 2 തട്ടിലായിട്ട് നാഷണൽ ഹൈവേ. നല്ല രസമുണ്ട് കാണാനായിട്ട്. കേട്ടോ, അതാ കാണുന്ന മലയിൽ നിന്ന് ഒരു നീരുറവ, നല്ല വെള്ളം വരുന്നുണ്ട്. ഇങ്ങനത്തെ കുറേ അൺഎക്സ്പെക്റ്റഡ് കേസസൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ യാത്രയ്ക്ക് ഇറങ്ങിയത്, റൈഡിന് ഇറങ്ങിയത്. എന്തും നേരിടാൻ തയ്യാറായിക്കൊണ്ടാണ് ഇറങ്ങിയത്. ഒരുപാട് ദേവദാർ മരങ്ങളൊക്കെ ഒരുപാടുള്ളൊരു ഹിൽ ടോപ്പാണ് കേട്ടത്. കോടമഞ്ഞും വന്ന് നല്ലോണം ഉണ്ട്. അങ്ങനെ ഞാനിപ്പോൾ പത്താൻകോട്ടിലായിരുന്നു ഇന്നലെ രാത്രി താമസിച്ചത്. ഈ കാണുന്ന ഹോട്ടലിൽ. ഇവരുടെ ഹോട്ടലൊന്നും കുഴപ്പമില്ല, റൂമൊന്നും കുഴപ്പമില്ല, പക്ഷെ സർവീസ് വൻ ഷോകാണ്. എന്തെങ്കിലും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ കിട്ടുന്നില്ല ഒരു സാധനം. പക്ഷേ സോപ്പിടാൻ നല്ല ഉഷാറാണ് കേട്ടോ. ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ സോപ്പിടാൻ നല്ല ഉഷാറാണ്. സോ ഇനിയിപ്പോൾ എൻ്റെ ലക്ഷ്യം പെഹൽഗാമാണ്. ഇവിടെ നിന്ന് 297 കിലോമീറ്ററാണ്. 4 മണിക്ക് എത്തുമെന്നാണ് കാണിക്കുന്നത്. പക്ഷേ റെസ്റ്റൊക്കെ എടുത്ത് പോകുമ്പോൾ എന്തായാലും 4 മണിയൊക്കെ കഴിഞ്ഞ് 6 മണി 7 മണിയൊക്കെ ആവും. പെഹൽഗാമിൽ ഞാൻ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. പത്താൻകോട്ടിൽ തിരക്കായി തുടങ്ങിയിട്ടോ. അങ്ങനെ ഞാൻ വീണ്ടും നമ്മുടെ ശ്രീനഗർ ഹൈവേയിലേക്ക്, കന്യാകുമാരി ശ്രീനഗർ ഹൈവേയിലേക്ക് കയറാൻ കേട്ടോ. ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ വന്നുകൊണ്ടിരിക്കുന്ന അതേ ഹൈവേയിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ ഈ ഹൈവേയിൽ ഇല്ലായിരുന്നു. നമ്മൾ പഞ്ചാബ് എക്സ്പ്ലോർ ചെയ്യുന്നതായതുകൊണ്ട് മറ്റ് ഹൈവേകളിലും മറ്റ് റോഡുകളിലൊക്കെ ആയിരുന്നു. വീണ്ടും ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേയിലേക്ക് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഈ ഹൈവേ ശ്രീനഗർ വരെയാണ് ഉള്ളത്. ഞാനിന്ന് പോകുന്നത് പഹൽഗാമിലേക്കാണ്. ശ്രീനഗറിൽ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് വേണം പഹൽഗാം എത്താൻ വേണ്ടിയിട്ട്. പാലത്തിലൂടെയാണ് കേട്ടോ. അങ്ങോട്ടും പഴയൊരു പാലം ഓടുന്നുണ്ട്, ഇവിടെ ഒരു പഴയ പാലം. അതുപോലെ തന്നെ പുതിയൊരു പാലത്തിൻ്റെ കൺസ്ട്രക്ഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സൈഡിലും കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രവി പുഴയാണ് കേട്ടത്, രവി റിവർ. രാവി എന്നാണോ രവി എന്നാണോ പ്രൊണൗൺസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. RAVI. ദോഗ്ര ഡൈനാസ്റ്റി, അതായത് ദോഗ്ര സാമ്രാജ്യത്തിൻ്റെ മെയിൻ സ്ഥലമായിരുന്നു കത്വ. അതിൻ്റെ ഒരു മെമ്മോറിയലൊക്കെ ഇവിടെ കാണാം കേട്ടോ, മോണ്യുമെൻറ്റ്സ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ഞാനിപ്പോൾ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ കത്വയിലാണ് കേട്ടോ, ഡോഗ്ര ഡൈനാസ്റ്റി. അടുത്ത സ്റ്റേറ്റ് ആയിട്ടുള്ള ജമ്മു ആൻഡ് കാശ്മീരിലേക്ക് എൻ്റർ ചെയ്തു കേട്ടോ. പഞ്ചാബിൽ നിന്ന് ജമ്മു കാശ്മീരിലേക്ക് എൻ്റർ ചെയ്തു. കത്വ ഏരിയയിൽ നാഷണൽ ഹൈവേയുടെ പണി നടക്കുക കേട്ടോ. അതുകൊണ്ട് തന്നെ ഗൂഗിൾ മാപ്പ് എനിക്കൊരു വേറൊരു ലൊക്കേഷൻ വേറൊരു റൂട്ട് കാണിച്ചിട്ടുണ്ട്. ഈ റൂട്ടും വളരെ മോശം റൂട്ട് തന്നെ കേട്ടോ, ഓഫ് റോഡാണ്. അതിനേക്കാൾ നല്ലത് മറ്റേ ഹൈവേയിലൂടെ തന്നെ പോകുമായിരുന്നു. എനിവേ വണ്ടികളൊക്കെ വരുന്നുണ്ട്, വിച്ച് മീൻസ് റോഡ് ക്യാൻ ബി ട്രാവൽഡ്. പക്ഷേ ചെറിയ വണ്ടി ആയതുകൊണ്ട് അറിയില്ല. ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ്. ഓക്കെ, ഇവിടുത്തെ നമ്മൾ മറ്റേ ഇങ്ങനത്തെ ചെമ്മരിയാടുകളൊക്കെ കാണാൻ തുടങ്ങിയിട്ടോ. നല്ല കമ്പിളി പോലത്തെ നല്ല രോമമുള്ള ആടുകളൊക്കെ കാണാൻ തുടങ്ങി. ഇതിനേക്കാൾ നല്ലത് നാഷണൽ ഹൈവേ തന്നെയായിരുന്നു.
കുറച്ചൊരു സീനുണ്ടെന്നേ ഉള്ളായിരുന്നു. നോക്കട്ടെ. അവിടെ നല്ല റോഡ് കാണുന്നുണ്ട്. ഇങ്ങനത്തെ ചില പണികളൊക്കെ ഗൂഗിൾ മാപ്പ് ചിലപ്പോൾ തരും. ആ മണ്ടത്തരത്തിലൊക്കെ നമ്മൾ പോയി ചാടുകയും ചെയ്യും വെറുതെ. നല്ല പൊടിയാണ്. ഇതാണ് ഈ റോഡിൻ്റെ അവസ്ഥ. പോകും എന്ന് വിചാരിക്കുന്നു. യെസ്, പോകുന്നുണ്ട്. അയ്യോ, കയറി. കല്ലുകൾ മാത്രമേ ഉള്ളല്ലോ. ഓഫ് റോഡ് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട് ഈ വണ്ടിയിൽ. എൻ്റെ വണ്ടിയിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷേ പാനിയേഴ്സ് 2 ടോപ്പ് ബോക്സും ഒക്കെ വെച്ചിട്ട് ഓഫ് റോഡ് ഞാൻ ഇതുവരെ ചെയ്തില്ല. ടോപ്പ് ബോക്സ് മാത്രം വെച്ചിട്ട് വളരെ ചെറിയൊരു ഓഫ് റോഡ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളൂ അതിന് മുമ്പ്. പക്ഷേ ടോപ്പ് ബോക്സും പാനിയേഴ്സും എല്ലാം കൂടെ വെച്ചിട്ട് ചെയ്യുന്ന ആദ്യത്തെ ഓഫ് റോഡ് ഇതൊക്കെയാണ്. ഓഫ് റോഡ് ഒന്നും പറയാൻ പറ്റില്ല ഇതിന്. ഖത്തറിലേക്ക് 109 കിലോമീറ്റർ ഇനി. ഞാനിപ്പോൾ ഉള്ളത് കത്വയിലാണ്. ഞാൻ 109 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഖത്തറിലേക്കാണ്. ഖത്തറിലാണ്. ജമ്മു കാശ്മീരിലെത്തിയതിനു ശേഷം റൈഡിൻ്റെ ഒരു ആവറേജ് സ്പീഡ് നല്ലോണം കുറഞ്ഞു കേട്ടോ. റോഡ് കണ്ടീഷൻ നല്ലതല്ലാത്തതുകൊണ്ടൊന്നുമല്ല. ഗട്ടറുകൾ അതൊന്നും ഇല്ലാത്ത ഹൈവേ ആണ് കൂടുതലും. ചിലയിടത്തൊക്കെ ഉണ്ട് ഗട്ടറുകൾ. പക്ഷേ ആവറേജ് സ്പീഡ് നല്ലോണം കുറയാൻ കാരണം ഒരുപാട് ഡൈവേർഷൻസ് ഉണ്ട് റോഡ് പണി നടക്കുന്ന കാരണം നാഷണൽ ഹൈവേയിൽ. സോ ജമ്മു കാശ്മീരിൻ്റെ കുറച്ച് ഫാക്ട്സ് പറയുകയാണെങ്കിൽ, ജമ്മു കാശ്മീരും കുറച്ച് കാലം മുമ്പ് വരെ നോർമൽ ഇന്ത്യൻ സ്റ്റേറ്റുകളുടെ കൂട്ടത്തിൽപ്പെടുന്ന സ്റ്റേറ്റ് തന്നെയായിരുന്നു കേട്ടോ. പിന്നീടാണ് ജമ്മു ആൻഡ് കാശ്മീരിനെ യൂണിയൻ ടെറിട്ടറി ആയിട്ട് പ്രഖ്യാപിച്ചത്. അവർക്ക് പ്രത്യേകമായിട്ടുണ്ടായിരുന്ന റൂളൊക്കെ പിന്നീട് എടുത്തു കളഞ്ഞ് ഈ അടുത്താണ് എടുത്തു കളഞ്ഞതൊക്കെ. അതിൻ്റെ ഭാഗമായിട്ട് കുറേ പ്രൊട്ടസ്റ്റുകളും ആക്രമണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സിവിലിയൻസും പട്ടാളം ആർമിയും ഒക്കെ രാഷ്ട്രപതി ഭരണമൊക്കെ ഏർപ്പെടുത്തിയിരുന്നു കുറച്ച് കാലത്തേക്ക്. അതുപോലെ തന്നെ ജമ്മു ആൻഡ് കാശ്മീരിന് 2 ക്യാപിറ്റൽ ഉണ്ട് കേട്ടോ. ഒന്ന് ജമ്മു, ഒന്ന് ശ്രീനഗർ. അത് വിൻ്ററിലൊന്നും സമ്മറിൽ വേറെ ഒന്നും എന്നുള്ള രീതിയിലാണ് 2 ക്യാപിറ്റലുകൾ. ജമ്മു കാശ്മീർ സ്റ്റേറ്റിലെ ജമ്മു സിറ്റിയിലേക്കാണ്. ജമ്മു സിറ്റിയാണ് ഇനി എൻ്റെ അടുത്തുള്ള സിറ്റി കേട്ടോ. ഞാൻ പോകുന്ന വഴിയിൽ എൻ്റെ തൊട്ടടുത്തുള്ള സിറ്റി എന്ന് പറയുന്നത് ജമ്മു സിറ്റിയാണ്. ഞാൻ ജമ്മു ആൻഡ് കാശ്മീരിൽ എത്തിയതിനു ശേഷം ഇപ്പോഴാണ് നോട്ട് ചെയ്തത്. കുറച്ച് മുമ്പാണ് എൻ്റെ നെറ്റ്വർക്കൊക്കെ പോയത്. അതുകൊണ്ട് തന്നെ മാപ്പൊന്നും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. മാപ്പിലൊക്കെ നെറ്റ്വർക്കൊക്കെ പോയി. എല്ലാ സിമ്മിലെയും നെറ്റ്വർക്ക് പോയി. എൻ്റെ അടുത്ത് 3 സിമ്മുണ്ട്. എയർടെൽ, വോഡാഫോൺ ഇന്ത്യ VI, വോഡാഫോൺ ഐഡിയ VI, ദെൻ ജിയോ. ഈ 3 സിമ്മിലെയും നെറ്റ്വർക്ക് പോയിട്ടോ. അതായത് നമുക്ക് ലേ ലഡാക്ക് അതുപോലെ തന്നെ ജമ്മു ആൻഡ് കാശ്മീരിലൊക്കെ നെറ്റ്വർക്ക് കിട്ടണമെങ്കിൽ ഇവിടെ നിന്ന് പ്രത്യേക സിം എടുക്കണം. എയ്തർ നമ്മളൊരു പോസ്റ്റ് പെയ്ഡ് സിം എടുക്കണം, അല്ലെങ്കിൽ പ്രീപെയ്ഡ് സിം ഇവിടെ നിന്ന് എടുക്കണം. പോസ്റ്റ് പെയ്ഡ് സിം നാട്ടിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും ഇവിടെ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ എയർടെലിൻ്റെ പോസ്റ്റ് പെയ്ഡ് ആക്കിയിരുന്നു. പക്ഷേ എയർടെലിൻ്റെ പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എയർടെൽ ഞാൻ മൊബൈൽ ആപ്ലിക്കേഷൻ, എൻ്റെ മൊബൈൽ ആപ്പ് ഉണ്ട് എയർടെലിൻ്റെ, ആ എയർടെൽ ആപ്പ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ പ്രീപെയ്ഡ് സിം പോസ്റ്റ് പെയ്ഡ് ആക്കിയത്. അതിനകത്ത് ഞാൻ ഗൂഗിളിൽ ഒരു ബ്ലോഗ് വായിച്ചപ്പോൾ കണ്ടിരുന്നു. അതായത് പ്രീപെയ്ഡ് എയർടെലിൻ്റെ പോസ്റ്റ് പെയ്ഡ് ആക്കുകയാണെങ്കിൽ നമ്മൾ KYC ഡോക്യുമെൻറ്റ്സൊക്കെ കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്തിട്ട്
നമ്മൾ എയർടെലിൻ്റെ സെൻറ്ററിൽ പോയിട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ആ ഒരു സിമ്മ് ജമ്മു ആൻഡ് കാശ്മീരിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പിന്നീട് ഞാൻ കണ്ടത്. ഇനിയിപ്പോൾ എന്തായാലും ഒന്നുകിൽ ഞാൻ ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു എയർടെൽ ഷോപ്പ് കയറിയിട്ട് ഞാൻ എൻ്റെ ഇപ്പോൾ ഉള്ള സിമ്മ് ഓൾറെഡി ഞാൻ പ്രീപെയ്ഡ് ആക്കിയ സിമ്മിന് എൻ്റെ KYC ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തിട്ട് അതിവിടെ ആക്ടിവേറ്റ് ആക്കാൻ പറ്റുമോ നോക്കണം. ജമ്മു ആൻഡ് കാശ്മീരിലും ലേയിലും യൂസ് ചെയ്യാൻ പറ്റുന്ന, ലഡാക്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അതല്ലെങ്കിൽ ഞാൻ വേറൊരു സിമ്മ് ഇവിടെ നിന്ന് എടുക്കണം. പോസ്റ്റ് പെയ്ഡ് എടുക്കാനാണ് ഞാൻ പ്ലാൻ. സോ ഈ ഒരു സിമ്മിൻ്റെ നെറ്റ്വർക്കിൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എപ്പോഴും. നാട്ടിൽ നിന്ന് പോരുമ്പോൾ തുടങ്ങിയ ചൂട് ഞാനിപ്പോൾ കവർ ചെയ്ത 11ാമത്തെ സ്റ്റേറ്റിലും ഇപ്പോഴും ചൂട് തന്നെയാണ് കേട്ടോ. ജമ്മു ആൻഡ് കാശ്മീരിലും ചൂട് തന്നെയാണ്. നല്ല ചൂടുണ്ട്, വിയർക്കുന്ന ചൂട്. വ്യത്യാസമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് ലഡാക്കിലെത്തിയാൽ മാത്രമേ തണുപ്പ് കിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ലഡാക്കിനോട് ചേർന്നിട്ടുള്ള കാശ്മീരിൻ്റെ ഭാഗങ്ങളിലെ തണുപ്പ് കിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പോയി നോക്കാം. നമ്മൾ ജമ്മു ആൻഡ് കാശ്മീരിൽ പഞ്ചാബിലെത്തിയത് മുതൽ നമ്മൾ ബോർഡർ ഏരിയ ഒരുപാടുള്ള സ്റ്റേറ്റുകളാണല്ലോ. പഞ്ചാബ്, ജമ്മു ആൻഡ് കാശ്മീർ, ലേ, ലഡാക്കൊക്കെ. സോ ഈ 3 സ്റ്റേറ്റിലെത്തിയതിനു ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് കൂടുതലായിട്ട് ആർമിയുടെ ട്രക്കുകൾ, ആർമിയുടെ വെഹിക്കിൾസൊക്കെ ഒരുപാട് കാണുന്നുണ്ട് കേട്ടോ. വേണ്ടിയിട്ട് എയർടെലിൻ്റെ പോസ്റ്റ് പെയ്ഡ് സിം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജമ്മു സിറ്റി ഏരിയയിലേക്ക് പോവുകയാണ്. അപ്പോൾ ജമ്മു സിറ്റി ഏരിയയിലേക്കുള്ള വഴി ഈ കാണുന്ന മുമ്പിൽ കാണുന്ന ഇവരോട് ചോദിച്ചപ്പോൾ അവരുടെ പിന്നാലെ വരാൻ പറഞ്ഞു. സോ ഒരു രസം അവരുടെ പിന്നാലെ ലോക്കൽസ് അല്ല, അവർക്ക് അറിയായിരിക്കുമല്ലോ. ആദ്യം അവർ വെള്ളം തന്നിട്ട് വെള്ളം കുടിക്കാനാണ് പറഞ്ഞത്. അതാണ് അവിടുത്തെ മനുഷ്യരുടെ, ഓരോ സ്ഥലത്ത് പോകുമ്പോഴുള്ള അവരുടെ മനുഷ്യരുടെ പെരുമാറ്റത്തിലുള്ള വ്യത്യാസങ്ങളാണ് അതൊക്കെ. എങ്ങനെയാണ് അവർ മറ്റുള്ളവരെ വെൽക്കം ചെയ്യുന്നത് എന്നൊക്കെ ആ നാടിനെയും ആ നാട്ടുകാരുടെയൊക്കെ സ്വഭാവത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇതിലേക്ക് എൻ്റർ ചെയ്തത് മുതൽ ഈ അമർനാഥ് അമർനാഥ് ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടകരെ വെൽക്കം ചെയ്യുന്ന ഒരുപാട് ബോർഡുകൾ കാണാം കേട്ടോ. അതുപോലൊരു ബോർഡാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഡിസ്ട്രിക്ട് പോലീസ് ജമ്മു വെൽക്കം ശ്രീ അമർനാഥ് ജി യാത്രീസ്. അമർനാഥ് യാത്രകൾക്ക് വെൽക്കം ചെയ്യുന്ന, അതായത് തീർത്ഥാടകരെ വെൽക്കം ചെയ്യുന്ന. ठीक है भैया, बाय. ठीक. അങ്ങനെ എയർടെലിൻ്റെ ഒരു പുതിയ സിം എടുത്തു. എൻ്റെ എക്സിസ്റ്റിംഗ് സിമ്മ് ഇവിടെ വർക്ക് ചെയ്യുന്ന രീതിയിലാക്കാൻ വേണ്ടിയിട്ട് 15 ദിവസം എടുക്കുമെന്നാണ് അവർ പറഞ്ഞത്. സോ എക്സിസ്റ്റിംഗ് സിമ്മായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് അങ്ങനെ എന്തോ പറഞ്ഞു. പക്ഷേ പുതിയ സിമ്മും പുതിയ നമ്പറും ഒക്കെയാണ് തന്നത്. ജമ്മു ആൻഡ് കാശ്മീരിലും ലേ ലഡാക്കിലൊക്കെ വർക്ക് ചെയ്യുന്നതാണ് പറഞ്ഞത് ഈ ഒരു സിമ്മ്. സോ നോക്കാം, ലഡാക്ക് എത്തിയിട്ട് നോക്കാം അവിടെയും വർക്ക് ചെയ്യുമെന്നില്ലെങ്കിൽ അവിടെ നിന്ന് വീണ്ടും വേറെ സിം എടുക്കേണ്ടി വരും, വേറെ വഴിയില്ല. സോ വർക്ക് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. നെറ്റൊക്കെ അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ട് കേട്ടോ. 5G കിട്ടുന്നുണ്ട് ഇവിടെ. എയർടെൽ 5G ഒക്കെ ഉണ്ട്. അതിപ്പോൾ ഇതിപ്പോൾ സിറ്റി ഏരിയ ആയതുകൊണ്ടായിരിക്കും 5G ഒക്കെ കിട്ടുന്നത്. മറ്റേ ഉൾനാടുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെയും ലഡാക്കിൻ്റെയൊക്കെ ഉള്ളേരിയകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നെറ്റ്വർക്ക് കിട്ടുമെന്നൊരു ഡൗട്ടാണ്. ഞാൻ കേട്ടിട്ടുള്ളത് ഉള്ളേരിയകളിലേക്ക് പോയി കഴിഞ്ഞാൽ BSNLൻ്റെ സിമ്മ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അത് എല്ലായിടത്തുമല്ല, ചില സ്ഥലങ്ങളിൽ മാത്രം. സോ വേറെ തന്നെ സിമ്മ് തന്ന് വേറെ തന്നെ റീചാർജും ചെയ്തു. 400 രൂപയായി. ഇനി ഇവിടുന്ന് ഇപ്പോൾ എൻ്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പെഹൽഗാമാണ്. 7 മണിക്ക് എത്തുമെന്നാണ് കാണിക്കുന്നത്. 246 കിലോമീറ്റർ ഉണ്ട് ഇനി പെഹൽഗാമിലേക്ക്. പോകുന്ന വഴിക്ക് എവിടുന്നേലും ഫുഡും കഴിക്കണം. സമയം 1 മണിയായി. ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ ഒരു 10:30 ആയിട്ടുണ്ട്. സോ ഇനി നമുക്കിപ്പോൾ പെഹൽഗാമിലേക്കുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യാം. സിമ്മ് കിട്ടി, നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ മാറി, നെറ്റ്വർക്കും കിട്ടി. അതോടൊപ്പം തന്നെ എനിക്ക് മാപ്പും കിട്ടി. ഇനിയിപ്പോൾ മാപ്പും വർക്ക് ചെയ്യും. എയർടെലിൻ്റെ പുതിയ 5G സിം ഇവിടുത്തെ സിം എടുക്കാൻ വേണ്ടിയിട്ട് വെറും 10 മിനിറ്റ് ആയുള്ളൂ കേട്ടോ. ആധാർ കാർഡ് മാത്രം കൊടുത്തു. എൻ്റെ ഓൾറെഡി ഉള്ള എയർടെലിൻ്റെ സിമ്മിൻ്റെ നമ്പറും കൊടുത്തു. എയർടെലിൻ്റെ സിം ഓൾറെഡി ഇല്ലെങ്കിൽ നമുക്ക് കിട്ടും കേട്ടോ, സെയിം ടൈമിൽ തന്നെ.
വിത്തിൻ 10 മിനിറ്റിനുള്ളിൽ സിമ്മും വർക്കായി, നെറ്റും ആക്റ്റീവായി. പണ്ട് നമുക്ക് ഓർമ്മയുള്ള പോലെ ഒരു ദിവസം 2 ദിവസമൊക്കെ എടുക്കുമായിരുന്നു ഒരു സിം ആക്ടിവേറ്റ് ചെയ്യാനൊക്കെ. ഇപ്പോൾ വിത്തിൻ 5 മിനിറ്റ്സ് ഓർ 10 മിനിറ്റ്സ് സിമ്മൊക്കെ ആക്റ്റീവ് ആവുന്നുണ്ട്. ജമ്മു കാശ്മീരിൽ ഹിന്ദി പോലെ തന്നെ ആളുകൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് ഉറുദു എന്നുള്ളത് കേട്ടോ. ഉറുദു ലാംഗ്വേജും ആളുകൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പഞ്ചാബിലും ഇതുപോലെ തന്നെ ചെറിയൊരു ശതമാനം ആളുകളെങ്കിലും ഉറുദു യൂസ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് വരുമ്പോൾ ജമ്മുവിൽ, അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് നമുക്ക് എയർപോർട്ടും റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട് കേട്ടോ. സോ ജമ്മു ആൻഡ് കാശ്മീരിലേക്ക് വരുന്നവർ ജമ്മുവിലാണ് ഇറങ്ങേണ്ടെങ്കിൽ ഇവിടെ എയർപോർട്ടും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട്. ഇപ്പോൾ ട്രെയിനിനോ അല്ലെങ്കിൽ ഫ്ലൈറ്റിനൊക്കെ വരാം. ജമ്മുവിലെ ഒരു മലയുടെ സൈഡിലൂടെയാണ് ഞാനിപ്പോൾ പോകുന്നത്. ഒരു ചുരം കണക്കെയുള്ളൊരു വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. വളഞ്ഞിട്ടൊക്കെയാണ് ഗൂഗിൾ മാപ്പിൽ ഈ റോഡ് കാണിക്കുന്നത്. ഇതുപോലെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇതുവരെ കയറ്റം കയറുകയായിരുന്നു. ഇപ്പോൾ ഇനി ഇറങ്ങുകയാണ്. ചുരം പോലെയുള്ള റോഡാണിത്. ഹൈവേ കേട്ടോ. ഞാനിപ്പോഴും നമ്മുടെ കന്യാകുമാരി ശ്രീനഗർ ഹൈവേയിലാണ്. ഓൾമോസ്റ്റ് ഈ കന്യാകുമാരി ശ്രീനഗർ ഹൈവേ തീരാറായിട്ട്. ശ്രീനഗറിലേക്ക് ഇനി ഒരു 240 കിലോമീറ്റർ ഉള്ളൂ. സോ അതോടുകൂടി ശ്രീനഗർ എത്തുന്നതോടുകൂടി ഒരു ഇന്ത്യയിലെ ലോങ്സ്റ്റ് ഹൈവേയും തീരും. ഞാൻ ഓൾമോസ്റ്റ് അതിൻ്റെ ഭൂരിഭാഗം ഏരിയയും ഞാൻ ഈ ഹൈവേയിലൂടെ കവർ ചെയ്തിട്ടുണ്ട്. കന്യാകുമാരി ടു ബാംഗ്ലൂരുള്ള റൂട്ട് മാത്രമേ ഞാൻ ഈ ഒരു ഹൈവേയിലൂടെ റൈഡ് ചെയ്യാത്തതുള്ളൂ കേട്ടോ. നമ്മൾ ട്രെയിനിനൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ ട്രെയിനിൻ്റെ പേരിനകത്ത് നിങ്ങൾ ജമ്മുതാവി എന്ന് കണ്ടിട്ടുണ്ടാവും. ജമ്മുതാവി വരെ പോകുന്ന ട്രെയിൻ എന്ന് കണ്ടിട്ടുണ്ടാവും. ആ ജമ്മുതാവിയാണിത്. ഇതാണ് ആ ജമ്മുതാവി എന്ന് പറയുന്ന ലൊക്കേഷൻ കേട്ടോ. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ വരെയാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്ന ആ ട്രെയിന് പോകുന്നത്. ഇവിടുന്ന് കത്രയിലേക്ക് 37 കിലോമീറ്റർ, ഉദ്ധംപൂറിലേക്ക് 62, ശ്രീനഗറിലേക്ക് 240 സംതിങ്. പെട്രോൾ തീരാറായി, റിസർവിലായി. സോ പെട്രോൾ അടിച്ചിട്ട് പോവാം. ജമ്മു ആൻഡ് കാശ്മീർ ആയതുകൊണ്ട് എവിടേക്കാണ് പമ്പ് കിട്ടുകയെന്ന് എനിക്ക് അത്ര ഉറപ്പില്ല. സോ റിസ്ക് എടുക്കുന്നില്ല. അല്ലെങ്കിൽ റിസർവായി കഴിഞ്ഞാൽ അടിക്കുന്ന തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നൊരു റൂളെന്ന് വെച്ച് കഴിഞ്ഞാൽ. ലഡാക്ക് എത്തുമ്പോൾ മാറ്റിയിട്ട് 3 ബ്ലോക്ക് കുറയുമ്പോൾ മുതൽ എനിക്ക് ഫില്ല് ചെയ്ത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാനാണ് പ്ലാൻ. ഓരോ 3 ബ്ലോക്കിലും ഓരോ 3 ഘട്ട തീരുമ്പോഴും ഫില്ല് ചെയ്ത് പോകാനാണ് പ്ലാൻ. ഫുൾ ടാങ്ക് 97.49. ജമ്മുവിൽ പെട്രോൾ വില 97.49 പെർ ലിറ്റർ. ബസ് ഭയ്യ ടിക്കറ്റ് 820 രൂപയ്ക്ക് അടിച്ചു. യാത്രയിൽ ഏറ്റവും കൂടുതൽ ചിലവാകുന്നത് പെട്രോളിനാണ് കേട്ടോ. പെട്രോളിന് താമസത്തിനൊക്കെയാണ്. സോ പെട്രോൾ അടിച്ചു. ഇനി മുന്നോട്ട് 1 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ വേർക്കും കേട്ടോ. ഫുൾ ഗിയറിലായതുകൊണ്ട്, ഹെൽമെറ്റും ഫുൾ ഗിയറിലും ആയതുകൊണ്ട് മൊത്തത്തിൽ 1 മിനിറ്റ് നിന്നാൽ വേർക്കുന്നു. ജമ്മു കാശ്മീരിൽ നല്ല ചൂടാണ്. മൃഗശാലയോ ജമ്മു ആൻഡ് കാശ്മീരിൽ നടന്ന റീസെൻ്റ് ആയിട്ടുള്ള ചേഞ്ചസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെയാണ് കേട്ടോ IIT ജമ്മു കാശ്മീരാണ് കേട്ടത്. IIT ജമ്മു കാശ്മീരിൽ IIT ഉള്ളത് അത് ജമ്മുവിലാണ്. അതേപോലെ തന്നെ ഇവിടെ എയിംസും ഉണ്ട് കേട്ടോ. എയിംസും IIT ഒക്കെ ഉണ്ട് ജമ്മു കാശ്മീരിൽ. സോ ഞാൻ പറഞ്ഞു തന്നെ ജമ്മുവിലെ റീസെൻ്റ് ആയിട്ടുള്ള നടന്നുള്ള മേജറായിട്ടുള്ള ചേഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർക്ക് പ്രത്യേക പരിഗണനകൾ നൽകിയിട്ടുണ്ടായിരുന്ന, ജമ്മു ആൻഡ് കാശ്മീരിന് വേണ്ടിയിട്ട് പ്രത്യേക പരിഗണനകൾ നൽകിയിട്ടുണ്ടായിരുന്ന ആർട്ടിക്കിൾ ഗവൺമെൻറ് എടുത്തു കളഞ്ഞ്. സോ ആ ആർട്ടിക്കിളുള്ള സമയത്ത് അവർക്കുണ്ടായിരുന്ന ഒരു പ്രത്യേക പരിഗണനകൾ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജമ്മു ആൻഡ് കാശ്മീരിൽ അവിടുത്തെ സിറ്റിസൺസിന് മാത്രമേ ജമ്മു ആൻഡ് കാശ്മീർ പ്രൊമൈസസിലുള്ള സ്ഥലങ്ങൾ വാങ്ങാനും വിൽക്കാനും ഉള്ള അധികാരമുള്ളൂ എന്നുണ്ടായിരുന്നു. അത് ഈ ഒരു ആർട്ടിക്കിൾ റദ്ദാക്കിയതോടുകൂടി ആ ഒരു റൂളും ഇൻവാലിഡ് ആയിട്ടോ. സോ വിച്ച് മീൻസ് ഇപ്പോൾ നമുക്ക് ആർക്കാണെങ്കിലും ഇവിടെ ലാൻഡൊക്കെ വാങ്ങാം.
ഓക്കെ, എസ് പോലെ കേട്ടോ, പാമ്പിനെ പോലെയൊക്കെ വളഞ്ഞുള്ള റോഡാണ് മാപ്പിൽ ഇങ്ങനെ കാണിക്കുന്നത്. ഇതാണ് റിയൽ, മാപ്പിൽ കാണിക്കുന്ന ആ റോഡ് റിയൽ ആയിട്ടത് ഇങ്ങനെ വളഞ്ഞു പോകുന്ന. എനിക്ക് തോന്നുന്നു ഇത്രയും ദൂരം വന്നിട്ട് ആകെ 1-2 ചെറിയ ടണലിലൂടെ എങ്ങാനും പോയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അടുത്തൊരു ടണലാണ് ഈ വരുന്നത്. യെസ്, ഒരു കുഞ്ഞ ടണൽ, അത് തീർന്നു. അടുത്ത ടണൽ കേട്ടോ. ഇതൊക്കെ ഈ മലയുടെ ഇടയിലൂടെ നാഷണൽ ഹൈവേ ഉണ്ടാക്കിയോണ്ട് ടണൽ ഉണ്ടാക്കിയതാണ്. ചെറിയ ടണലുകളാണ്. ഒരു ചെറിയ മല തുറന്നു, അത്രേ ഉള്ളൂ. ഇങ്ങനൊരു 4-5 ടണലുകളുണ്ട്. ഇത് അടുത്ത 3ാമത്തെ ടണല്. ഇവിടെ ഓരോ മലകൾക്ക് ശേഷം അടുത്ത മല അങ്ങനെ മൾട്ടിപ്പിൾ മലകളുണ്ട് കേട്ടോ. അത് അടുത്ത 4ാമത്തെ ടണൽ വരുന്നതോ തൊട്ടപ്പുറത്ത്. ടണലുകളുടെ ആറാട്ടാണ് കേട്ടോ ഇവിടെ. നല്ല സുഖമുണ്ട്. വെയിലത്തുനിന്ന് ഈ ടണലിനകത്തേക്ക് കയറിയപ്പോൾ നല്ലൊരു തണൽ പോലെ നല്ലൊരു സമാധാനമുണ്ട്. 4ാമത്തെ ടണൽ. ഈ ടണൽ അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. മറ്റേതിൻ്റെ പോലെയല്ല, ഇത് അത്യാവശ്യം വലിപ്പമുള്ള ടണലാണ്. ഞാൻ ശ്രീനഗറിൽ നിന്ന് ജമ്മുവിൽ നിന്ന് ഞാൻ ഉദ്ധംപൂരിലേക്ക് പോകുന്ന വഴി നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ അവിടെ നിർത്തിയതാട്ടോ വണ്ടി. ഒരു കയറ്റാണ്, ആ കയറ്റത്ത് ജസ്റ്റ് നിർത്തിയതാണ്. ഒരു പുഴ കാണാം അവിടെ, ആ ദൂരത്ത് ഒരു മലയുടെ ചരിവിലൂടെ ഇങ്ങനെ ഒഴുകുന്നൊരു പുഴ. ഇപ്പോൾ വെള്ളമൊന്നുമില്ല. ഒരു രസമുള്ളൊരു കാഴ്ച കണ്ടപ്പോൾ ജസ്റ്റ് നിർത്തി കാണാമെന്ന് വിചാരിച്ച് നോക്കാം. ഇങ്ങനത്തെ ഒരുപാട് നല്ല കാഴ്ചകൾ നമുക്ക് ഈ റൂട്ടിൽ കാണാൻ പറ്റും. കത്ര വൈഷ്ണോദേവി ക്ഷേത്രമുണ്ട് ഇവിടെ, ഫേമസ് ആയിട്ടുള്ള. കത്ര ബസ് സ്റ്റാൻഡ്, ശ്രീനഗറിലേക്ക് നേരെ കത്ര സ്റ്റേഷൻ ലെഫ്റ്റ്, ഉദ്ധംപൂരിലേക്ക് നേരെ. ഇത് ലേയുടെ ബോർഡൊക്കെ കണ്ടു തുടങ്ങിയിട്ട്. ശ്രീനഗർ 220, ലേ 677. which means Leh is just 1 day ride from here. നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കേട്ടോ. ഒരു പാലം നോക്കി, 2 മലകൾക്കിടയിൽ ഒരു പാലം ഉണ്ടാക്കിയ ശേഷം ആ പാലത്തിൻ്റെ കാഴ്ച വേറൊരു പാലത്തിൻ്റെ മുകളിലൂടെ റൈഡ് ചെയ്തിട്ട് കാണുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട്. കൊച്ചുങ്ങൾ സ്കൂളൊക്കെ വിട്ട് പോകുന്ന തുടങ്ങിയിട്ടോ. സമയം 2 മണിയായിട്ടുള്ളൂ. ഉച്ചക്ക് കിട്ടുമെന്ന് തോന്നുന്നു സ്കൂളൊക്കെ. അതോ ഇവിടെ ഉച്ച വരെ ഉള്ളോ എന്ന് എനിക്കറിയില്ല കേട്ടോ. സ്കൂളൊക്കെ ഉച്ച വരെ ഉള്ളോ എന്നറിയില്ല. കാശ്മീരിലെ ബസ്സുകൾ, ചില ബസ്സുകൾ കാണാൻ നല്ല രസമാണ്. ലോറി ബസ്സാക്കി മാറ്റിയതൊക്കെ ഉണ്ട്. ഞാനിനി കാണുകയാണെങ്കിൽ കാണിച്ചു തരാം. ലോറി ബസ്സാക്കി മാറ്റിയ ബസ്സുകളൊക്കെ. വണ്ടി ഇതെങ്ങനെ എങ്ങനെയൊന്നും അറിയില്ല. മൊത്തം പൊളിഞ്ഞുള്ള ഫ്രണ്ട് പൊളിഞ്ഞു. വണ്ടി ഇടിച്ചിട്ട് സൈഡിലേക്ക് പോയതാണെന്ന് തോന്നുന്നു.
ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഒക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. വിച്ച് മീൻസ് നമ്മൾ ഏതോ ഫോറസ്റ്റ് ഏരിയയിലൂടെ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ മലയിടിച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഈ മല കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം എപ്പോഴൊക്കെ ഈ ഇടയ്ക്കിടയ്ക്ക് ഇടിയാറുള്ളതാണെന്ന്. മല ഇടിയുമ്പോൾ മണ്ണിടിച്ചിലുണ്ടാകുന്ന സമയത്ത് ഇവരത് നീക്കം ചെയ്യലായിരിക്കും പതിവ്. വലിയ പാറക്കല്ലൊക്കെ വീണ് വന്ന് കാണുന്നുണ്ട് കേട്ടോ ഇവിടെ. നല്ല മലകൾക്കിടയിലൂടെ ട്രാവൽ ചെയ്യുന്ന ആർമി പോസ്റ്റുകളൊക്കെ ഉണ്ട് ഇവിടെ. ഓരോ സംസ്ഥാനത്തെയും കാലാവസ്ഥയും പ്രകൃതിയൊക്കെ ഓരോ തരത്തിലാട്ടോ. ഈ ഒരു യാത്രയിൽ പല സംസ്ഥാനങ്ങളുടെ 11-ലധികം സംസ്ഥാനങ്ങളുടെ 11-ലധികം പ്രകൃതി വൈഭവങ്ങളൊക്കെ കണ്ട് യാത്ര ചെയ്യുമ്പോൾ വല്ലാത്തൊരനുഭവമാണ്. ജീവിതത്തിൽ വല്ലപ്പോഴും മാത്രം കിട്ടുന്ന അസുലഭ നിമിഷങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അത് മാക്സിമം എൻജോയ് ചെയ്ത് മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് ഹാപ്പി ആയിട്ട് റൈഡ് ചെയ്യാം. ഒരു മലയുടെ സൈഡിലൂടെയുണ്ട് ഞാനിപ്പോൾ ഈ പോകുന്നത്. ആ മലയുടെ സൈഡിലൂടെയാണ് ഈ നാഷണൽ ഹൈവേ പോകുന്നത്, 2 തട്ടായിട്ട്. അവിടെ നിന്നും ഫുഡ് കഴിക്കണം. 2:30 മലകൾക്കിടയിലൂടെ വളഞ്ഞ് പൊളഞ്ഞ് പോകുന്ന റോഡ്. 2 തട്ടിലായിട്ട് നാഷണൽ ഹൈവേ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അതുപോലെ തന്നെ ദൂരെ ഒരു മലയിൽ നിന്നൊരു നീരുറവ വരുന്നുണ്ട് കേട്ടോ. അതാ കാണുന്ന മലയിൽ നിന്ന് ഒരു നീരുറവ, നല്ല വെള്ളം വരുന്നുണ്ട്. മല ചരിഞ്ഞാട്ടോ നിൽക്കുന്നത്, ചെത്തി വെച്ച പോലെ ഉണ്ടാ. എന്തുകൊണ്ടാണ് മല ചരിഞ്ഞ് നിൽക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു 60 ഡിഗ്രി ചരിഞ്ഞിട്ടാണ് വഴി പോലെയൊക്കെ ഉണ്ട് ഇവിടെ. നല്ല വളവാണ് കേട്ടോ, വളഞ്ഞ് പോകുന്നത്. ഇതിൻ്റെ ഡ്രോൺ ഷോട്ടൊക്കെ നല്ല രസമുണ്ടാവും. ഡ്രോൺ ഉണ്ട് എൻ്റെ കയ്യിൽ, പക്ഷേ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയാത്തതുകൊണ്ട് യൂസ് ചെയ്യുന്നില്ല. ഇത് ഹൈവേ അതിലൂടെ പോയിട്ട് കറങ്ങി വരണം. ഇതിലൂടെ ഇങ്ങനെ പോയി അതിലൂടെ കറങ്ങി വരണം നമുക്ക്. ചാട്ടം വലിയ മലയുടെ സൈഡിലൂടെ ഈ സാധാരണ വലിയ ഈ ലോറികളൊക്കെ ഒരു കുഞ്ഞു സംഭവമായിട്ടാട്ടോ കാണുന്നത്. നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു കാഴ്ച കാണാൻ. ഇത് ആർമിക്കാരുടെ വണ്ടികൾ വരിക്ക് നിർത്തിയിട്ടിരിക്കുന്ന. ആർമി വാഹനങ്ങൾ വരിക്ക് നിർത്തിയിട്ടുണ്ട്. ക്യാമറ ഓഫാക്കാൻ തോന്നുന്നില്ല, അത്രയും നല്ല കാഴ്ചകൾ. ഞാനിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയ ലൊക്കേഷൻ്റെ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല വ്യൂ ഉള്ളൊരു പ്ലേസ്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മനോഹരമായിട്ടുള്ള ഒരു മലയൊക്കെ കണ്ട് ഇവിടുന്ന് കാശ്മീരിൽ ജമ്മു കഴിഞ്ഞ് പഹൽഗാം പോകുന്ന വഴി ഒരു ധാബയിൽ കയറിയിട്ട് രാജ്മ റൈസൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. നല്ല മലയുടെ കാഴ്ചയൊക്കെ കണ്ട്. ഭയങ്കര ബ്ലോക്കാട്ടോ അവിടെ. ഈ ഒരു ബ്ലോക്ക് കുറച്ച് ദൂരം വരെ ഉണ്ട്. അത് കഴിഞ്ഞാൽ വീണ്ടും ബ്ലോക്കുണ്ട്, വീണ്ടും ബ്ലോക്കുണ്ട്, വീണ്ടും ബ്ലോക്കുണ്ട്. അങ്ങനെ കുറേ ബ്ലോക്കുള്ള സ്ഥലങ്ങൾ ഇനി വരാനുണ്ട്. ഒരുപാട് ബ്ലോക്കുണ്ട്.
ഏകദേശം 1 മണിക്കൂറായിട്ട് ഇവിടെ സ്റ്റക്കാണ് ഒരു ടണലിൻ്റെ അടുത്ത്. അതായത് പഹൽഗാമിലേക്ക് പോകുന്ന വഴി. ഇനിയൊരു 140 കിലോമീറ്ററും കൂടെ ഉണ്ട്. ഏകദേശം 45 മിനിറ്റ് കഴിഞ്ഞു ഇവിടെ സ്റ്റക്കായിട്ട്. പെഹൽഗ്രാമിലേക്കുള്ള സ്ട്രൈറ്റ് റൂട്ട്, ഒരു ടണലിലൂടെയുള്ള റൂട്ട്, ടണലെന്തോ പൊളിഞ്ഞിട്ടോ എന്തോ കേടുന്നിട്ടൊക്കെ ടണലിലൂടെയുള്ള റൂട്ട് ബ്ലോക്ക്ഡ് ആണ്. നിറയെ വണ്ടികളായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം 1.25 മണിക്കൂറോളം അവിടെ സ്റ്റക്കായിരുന്നു. എന്നിട്ട് അതിന് ശേഷം വേറൊരു വഴിയിലൂടെയാണ് ഇപ്പോൾ പോലീസ് കടത്തി വിടുന്നത് നമ്മളെ. അത് ഒരു 50 കിലോമീറ്റർ എക്സ്ട്രാ ഓടണം. അതായത് ആ ടണൽ സ്ട്രൈറ്റ് ഒരു ടണലായിരുന്നെങ്കിൽ ആ ടണലല്ലാത്ത പഴയ വഴിയുണ്ട്, ഒരു ചുരം കയറി ഇറങ്ങിയിട്ടുള്ള വഴി, ഒരു 50 കിലോമീറ്റർ എക്സ്ട്രാ ഉള്ള ഒരു മല ചുറ്റി വേണം പോകാൻ. ഈ മല ചുറ്റുന്നതിന് പകരം മല തുറന്നുണ്ടാക്കിയ ഒരു ടണലിലൂടെ ആണെങ്കിൽ നമുക്ക് 50 കിലോമീറ്റർ സേവ് ചെയ്യായിരുന്നു. പക്ഷെ ആ ടണലിന് എന്തൊക്കെയോ ഇഷ്യൂസ് ഉള്ള കാരണം അതിലൂടെ ഇപ്പോൾ കടത്തി വിട്ടില്ല. പകരം 50 കിലോമീറ്റർ എക്സ്ട്രാ ഓടണം. ഒരു 45 മിനിറ്റ് എക്സ്ട്രാ ഓടണം. 50 കിലോമീറ്റർ 45 മിനിറ്റും എക്സ്ട്രാ ഓടണം. ഏകദേശം രാത്രി 10 മണി 10:15 ആവും പെഹൽഗാമിൽ എത്താനെന്നാണ് മാപ്പ് കാണിക്കുന്നത്. അറിയില്ല 10:15 എത്തുമല്ലേ എന്നൊക്കെ. കണ്ടീഷൻസ് ഓരോ അവിടെയൊക്കെ പോകുന്ന വഴിയുള്ള റോഡ് കണ്ടീഷൻസിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ശ്രീനഗർ പോകുന്ന വഴി തന്നെയാണ് കേട്ടോ. ശ്രീനഗർ കന്യാകുമാരി ഹൈവേ തന്നെയാണിത്. പക്ഷെ ടണലിലൂടെയുള്ള വഴിയായിരുന്നു. ആണെങ്കിൽ ഒരു 50 കിലോമീറ്റർ സ്കിപ്പ് ചെയ്യായിരുന്നു. എനിവേ വേറെ ഓപ്ഷൻ ഇല്ല, പോയേ പറ്റൂ. ഇങ്ങനത്തെ കുറേ അൺഎക്സ്പെക്റ്റഡ് കേസസ് ഒക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ യാത്രയ്ക്ക് ഇറങ്ങിയത്, റൈഡിന് ഇറങ്ങിയത്. അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തും നേരിടാൻ തയ്യാറായിക്കൊണ്ടാണ് ഇറങ്ങിയത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചലഞ്ചിങ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു റൈഡ് നമ്മൾ ഓർത്തിരിക്കുള്ളൂ. ഇങ്ങനത്തെ ചില മൊമെന്റ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ ഓർത്തിരിക്കുക എപ്പോഴും. ഏകദേശം 8 ദിവസത്തിലധികം യാത്ര ചെയ്തിട്ട് എപ്പോഴാണ് കേട്ടോ കോടമഞ്ഞ് കാണുന്നത്, അതും ജമ്മു കാശ്മീരിലെത്തിയപ്പോൾ. ഈ പാറ്റിൻ ടോപ്പ് എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് ലൊക്കേഷനാണ് കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് ഏകദേശം 4 കിലോമീറ്റർ, അതിൻ്റെ ഒരു 4 കിലോമീറ്റർ അടുത്താണ്. അതൊരു ഹിൽ ടോപ്പാണ് കേട്ടോ. ഇതൊരു ഹിൽ സ്റ്റേഷനാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ ടണലിലൂടെ പോകുന്നതിന് പകരം ആ ടണൽ അടച്ചത് കാരണം ഈ മല മൊത്തം ചുറ്റി മലയുടെ മുകളിലൂടെ പോയിട്ട് താഴോട്ട് ഇറങ്ങുകയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. നല്ല കോട നിറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഈ പാറ്റിൻ ടോപ്പ് എന്ന് പറയുന്ന ഈ സ്ഥലം ഒരു വൺ ഓഫ് ദ മേജർ ടൂറിസ്റ്റ് സ്പോട്ടാണെന്ന് ഞാൻ അവിടെ ആ ബ്ലോക്കിലിരിക്കുമ്പോൾ ഒരു ലോക്കൽ ബസ് ഡ്രൈവറാണ് പറഞ്ഞത്. ഞാൻ ആ ടണലിലൂടെ പോകാൻ വേണ്ടിയിട്ട് ക്യൂവിൽ ഏകദേശം 45 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ ടണൽ അടച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ചുരം വഴി പോവുകയാണെങ്കിൽ ഈ പാറ്റിൻ ടോപ്പൊക്കെ കാണാൻ നല്ല രസമുള്ള ലൊക്കേഷനാണ്. വീഡിയോ ഒക്കെ എടുക്കാൻ നല്ല രസമുണ്ടാവും. എൻ്റെ ഗോപ്രോ കൊണ്ടിട്ട് അവർ പറഞ്ഞത്. സോ അവർ പറഞ്ഞ പോലെ തന്നെ നല്ല രസമുണ്ട്. ഞാൻ കാശ്മീരിലൊക്കെ കണ്ട പോലെ, അതായത് കാശ്മീരിൽ നിന്നല്ല, ഈ ഒരു ഭാഗത്തൊക്കെ മഞ്ഞും തണുപ്പുള്ള ഭാഗത്തൊക്കെ ഉള്ള ഈ പൈൻ മരങ്ങളൊക്കെ, ഒരുപാട് ദേവദാർ മരങ്ങളൊക്കെ ഒരുപാടുള്ളൊരു ഹിൽ ടോപ്പാണ് കേട്ടത്. കോടമഞ്ഞും വന്ന് നല്ലോണം ഉണ്ട്. മോശമില്ല, പോവാണ്. ഫോറസ്റ്റ് ഡിവിഷൻ, ബട്ടോട്ടെ ഫോറസ്റ്റ് ഡിവിഷനിലാണ് ഞാൻ പോകുന്നത് കേട്ടോ. ബാറ്റോട്ടെ ഫോറസ്റ്റ് ഡിവിഷനിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. പാറ്റിൻ ടോപ്പ് കഴിഞ്ഞു. അവിടെ കാണാൻ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹിൽ സ്റ്റേഷനാണ്, ഹിൽ ടോപ്പാണ്. എല്ലാ ഹിൽ സ്റ്റേഷനും പോലെ ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, അതുപോലെ തന്നെ മറ്റ് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഹിമാചലിൽ പോയപ്പോൾ കണ്ടതിൻ്റെ ഓൾമോസ്റ്റ് കോപ്പിയാണ് ഇവിടെ ഈ കാണുന്ന പാറ്റിൻ ടോപ്പ് കേട്ടോ. ഹിമാചലിൽ പോയ സ്ഥലത്തിൻ്റെ പേര് മറന്നുപോയി. ഞാനതിവിടെ എഴുതി കാണിക്കാം റെഫർ ചെയ്തതിന് ശേഷം. എൻ്റെ ഷിംല വീഡിയോയിൽ, ഷിംല എപ്പിസോഡ്സിൽ ഏതിലോ ഒന്നിലുണ്ടത്. പണി കിട്ടി, നൈസായിട്ട് അടുത്ത പണി കിട്ടി. ഇത് ഇവിടുന്ന് പൊട്ടിപ്പോന്നു, ഇവിടുന്ന് പൊട്ടിപ്പോകുന്നത് അതിൻ്റെ നട്ട് പൊട്ടിപ്പോയി. സോ അടുത്ത ഏതെങ്കിലും ഷോപ്പ് കിട്ടുമോട്ടെ.
വല്ല ഷോപ്പുകളും ഓട്ടോമൊബൈൽ ഷോപ്പും കിട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് ഒരു നട്ട് വാങ്ങിയെടുത്തിട്ട് വേണം പോകാനായിട്ട്. ഇത് ഞാൻ ഈ ഒരു പാനിയേഴ്സ് എനിക്ക് എൻ്റെ ടോപ്പ് ബോക്സിനകത്ത് കൊള്ളുമെന്ന് നോക്കട്ടെ. കൊള്ളുകയാണെങ്കിൽ രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. അവിടെ നിന്ന് നല്ല കെട്ടിയിട്ടൊക്കെ പോകേണ്ടി വരും. നോക്കട്ടെ ടോപ്പ് ബോക്സിനകത്ത് കൊള്ളുമില്ല. കൊള്ളുമോ? ഇങ്ങനെ വെച്ചാൽ കൊള്ളൂല. ഇനി ഇങ്ങനെ വെക്കാൻ ഭാഗ്യം അവിടെ കൊണ്ടു. ഇനിയൊരു വെയിറ്റ് ബാലൻസിൻ്റെ ഇഷ്യൂ വരും. കാരണം ഒരു സൈഡിൽ മാത്രമേ പാനിയേഴ്സ് ഉള്ളൂ. അതിൻ്റെ ഇതുവരെ പൊട്ടിയിട്ടൊന്നുമില്ല ഭാഗ്യത്തിന്. ഈ കണ്ട കുഴികളൊക്കെ കാരണമാണ് കേട്ടോ. നല്ല കുഴിയാണ് റോഡിൽ മൊത്തം. ഈ ഒരു സ്ഥലം മൊത്തം കുഴികളാണ്. എനിക്കിനിയും ഒരു 140 കിലോമീറ്റർ ഓടാനുണ്ട്. സമയം വൈകുന്നേരം 6 മണിയായിട്ടുണ്ട്. ഇനി ആദ്യം ദൂരം എത്ര ഓടാണ്ട് നോക്കിയിട്ട് തിരക്കൂട്ടി പോയിട്ടൊരു കാര്യമില്ല. സേഫായിട്ട് എത്തുക, നല്ല പോവുക. കുറച്ച് ലേറ്റായി കഴിഞ്ഞാൽ സേഫായിട്ട് എത്തുക. അതിന് വേണ്ടിയിട്ട് എനിക്കിപ്പോൾ ആദ്യം ഒരു ഷോപ്പ് കണ്ടെത്തണം, ഒരു ഓട്ടോമൊബൈൽ ഷോപ്പ് കണ്ടെത്തണം. എന്നിട്ട് അവിടെ നിന്ന് അത് വെൽഡ് ചെയ്യല്ല, ഒരു നട്ടിടണം. തൽക്കാലം അതപ്പോൾ അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും ലൂസായിട്ടോ. ഒരു വെൽഡിങ് ഷോപ്പ് കിട്ടുന്നവരെ പോവാം. 4 മണിക്ക്, ഏകദേശം 4 മണിക്ക് തുടങ്ങിയ ബ്ലോക്കാണ്. 6:38 2.5 മണിക്കൂറിലധികമായി, 2.25 മണിക്കൂറായി ബ്ലോക്കിൽ പെട്ടിട്ട്. ഇതുവരെ ബ്ലോക്ക് കഴിഞ്ഞില്ല, ഇനിയും ഉണ്ട് ഒരുപാട്. എനിക്ക് സ്റ്റിൽ 133 കിലോമീറ്റർ ഉണ്ട് കവർ ചെയ്യാനായിട്ട്. അതിനു മുമ്പ് ഒരു വെൽഡിങ് ഷോപ്പ് കണ്ടെത്തിയിട്ട് എൻ്റെ പൊട്ടിപ്പോയ സ്ക്രൂവിൻ്റെ ബാക്കി ഭാഗം ഇവിടെ കിടക്കുന്നുണ്ട്, അതിനകത്ത് വണ്ടിക്ക് ഉള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു വെൽഡിങ് ഷോപ്പ് പോയിട്ട് അത് റിമൂവ് ചെയ്യണം ഫസ്റ്റ്. എന്നിട്ട് പുതിയ സ്ക്രൂ ഇട്ടിട്ട് ഇത് ടൈറ്റ് ആക്കണം. എന്നിട്ട് ടോപ്പ് ബോക്സിനകത്തുള്ള എൻ്റെ പാനിയേഴ്സ് എടുത്തിട്ട് അത് സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് പൊട്ടിപ്പോയത്, ലെഫ്റ്റ് സൈഡിൽ ഫിക്സ് ചെയ്യണം. സോ ഇത്രയും പരിപാടിയൊക്കെ കഴിഞ്ഞ് പഹൽഗാം എത്തുമ്പോഴേക്ക് രാത്രിയാവും. അതിനു മുമ്പ് ഞാൻ ബുക്ക് ചെയ്ത് സ്റ്റേയിലേക്കൊന്ന് വിളിച്ചിട്ട് എനിക്ക് പറയണം ഞാൻ ലേറ്റ് ആവും എന്നുള്ളത്. എനിക്കറിയില്ല ഇന്ന് അവിടെ എത്തുമെന്നറിയില്ല. ഇപ്പം തന്നെ 10:30 കാണിക്കുന്നത്. വെൽഡിങ് ഷോപ്പ് കണ്ടെത്തി അവിടെ നിന്ന് വെൽഡിങ്ങും ഫിക്സിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചവിടെ എത്തുമ്പോഴേക്ക് ഒരുപാട് സമയമാവും. അതുപോലെ തന്നെ പഹൽഗാമിലേക്ക് പോകുന്ന റോഡ് കണ്ടീഷൻ എന്താണെന്ന് അറിയില്ല. ഇൻ കേസ് റോഡ് കണ്ടീഷൻ വളരെ മോശമാണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യേണ്ടി വരും. ആ ബുക്കിംഗ് ക്യാൻസൽ ചെയ്യേണ്ടി വരും. പൈസ നോൺ റീഫണ്ടബിൾ ആണ്. പക്ഷെ അത് നോക്കിയിട്ട് കാര്യമില്ല. നോക്കട്ടെ എങ്ങനെയാണ് അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ. നല്ല പൊടിയും ഭയങ്കര ബ്ലോക്കും ഇതൊക്കെയാണ് അവസ്ഥ. നാഷണൽ ഹൈവേ ആണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ബ്ലോക്കാണ്. അതുപോലെ തന്നെ എനിക്ക് വളരെ സൂക്ഷിച്ച് ഇനി പോകാൻ പറ്റും. കാരണം ഒരു സൈഡിൽ പാനിയേഴ്സ് ഇല്ലാത്ത കാരണം മറ്റേ സൈഡിലേക്ക് വെയിറ്റ് വരും. അതുപോലെ തന്നെ ബാക്കിലും ആ പാനിയേഴ്സിൻ്റെ വെയിറ്റ് ഇപ്പോൾ ടോപ്പ് ബോക്സിലാണ് വരുന്നത്. സോ സൂക്ഷിച്ചിട്ട് വേണം പോകാനായിട്ട്. മാപ്പിൽ ഫുൾ റെഡാണ് കാണിക്കുന്നത്. ഇങ്ങനെ ലോറികൾ ഓവർടേക്ക് ചെയ്ത് പോലെ നടക്കത്തുള്ളൂ. പക്ഷെ പാനിയേഴ്സ് ഉള്ളതുകൊണ്ട് സേഫ് അല്ല ഓവർടേക്ക് ചെയ്യുന്നത്. ഇൻ കേസ് പാനിയേഴ്സ് എങ്ങാനും ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയിൽ ഇടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ബാലൻസ് പോവും.
ഹിമാചലിൽ വന്ന ആ ഒരു മഴയും വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ ഈ ഒരു മണ്ണിടിച്ചിലിൻ്റെ ഒക്കെ ചെറിയൊരു പരിപാടി ഇവിടെ ജമ്മുവിലും കിട്ടിയിട്ടുണ്ട് കേട്ടോ, കാശ്മീരിലും കിട്ടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ മണ്ണിടിച്ചിൽ വന്നിട്ട് റോഡൊക്കെ പോയിട്ട് അത് വീണ്ടും റോഡ് അവർ കൺസ്ട്രക്ട് ചെയ്തതാണ് ഈ കാണുന്നത്. മണ്ണൊക്കെ മാറ്റിയിട്ട് മണ്ണ് ഇടിഞ്ഞ് റോഡിൽ നിന്ന് മണ്ണിടിഞ്ഞ് അത് മാറ്റിയതിന് ശേഷം അത് മണ്ണിൽ നിരപ്പാക്കി വെച്ചാണ് ഈ കാണുന്നത്. സോ ടാറിങ് ഒക്കെ എപ്പോഴേ പോയി മണ്ണിന് മുകളിലൂടെ മണ്ണ് നിരപ്പാക്കിയിട്ട് ആ മണ്ണിന് മുകളിലൂടെയാണ് ഇപ്പോൾ ഈ നാഷണൽ ഹൈവേ ഓടുന്നത്. അപ്പോൾ ഈ ഇറക്കക്കുത്തിനുള്ള ഈ മണ്ണിൻ്റെ കൂമ്പാരത്തിലൂടെയൊക്കെ പോകുന്നതുകൊണ്ടുള്ള തിരക്കും കൂടെ ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു തിരക്ക്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആ ടണൽ ക്ലോസ്ഡ് ആണ്. അപ്പോൾ അതിലൂടെ പോയിരുന്നൊരു ട്രാഫിക്കാണ് ഇവിടെ ഈ ഒരു മണ്ണിടിച്ചിലൊക്കെ നടന്ന ഈ റോട്ടിലൂടെ പാരലൽ റോട്ടിലൂടെയും പോകുന്ന കേട്ടോ. ഇതുണ്ടോ, മണ്ണിൻ്റെ കൂനയ്ക്ക് മുകളിലൂടെ വേണം നമുക്ക് യാത്ര ചെയ്യാനായിട്ട്. ഭാഗ്യത്തിന് ഇന്ന് മഴയില്ല. മഴയും കൂടെ പെയ്തിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലായിരുന്നു, ഇതിലൂടെ ട്രാവൽ ചെയ്യാനേ പറ്റില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ റോഡ് അവർ ക്ലോസ് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, മഴയും കൂടെ പെയ്തിട്ടുണ്ടെങ്കിൽ. എന്തോ ഭാഗ്യത്തിന് മഴയില്ല, അതുകൊണ്ടൊക്കെ മണ്ണ് ഉറച്ചിട്ടില്ല. പക്ഷെ ചെളി, അതായത് വണ്ടി മൂവ് ആവും. മഴ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെളിയിൽ പൂണ്ടു പോവായിരുന്നു. റോഡില്ല ഇവിടെയൊക്കെ, റോഡൊക്കെ പോയി. അതിൻ്റെ തിരിച്ച് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. ഇതന്നെയാണ് ഹിമാചലിലെ അവസ്ഥ. ഇവിടെയൊക്കെ ഒലിച്ചുപോയ റോഡിൻ്റെ ബാക്കി അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും കേട്ടോ. അറ്റ്ലീസ്റ്റ് ഇവിടെ എത്തിയപ്പോൾ ചെറുതായിട്ടൊരു ടാറിൻ്റെ പഴയ അവശിഷ്ടങ്ങളൊക്കെ ബാക്കിയൊക്കെ കാണുന്നുണ്ട്. ഒരു പാനിയേഴ്സിൻ്റെ ലോക്കിംഗ് ഓൾറെഡി പോയത് കാരണം പേടിച്ചാണ് ഞാൻ ഓടിക്കുന്നത്. കാരണം അടുത്ത പാനിയേഴ്സിൻ്റെ ഫിക്സിങ്ങും കൂടെ കൊളായി കഴിഞ്ഞാൽ ഇനി എവിടെയും വെക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ പൊട്ടിയതിന് ഞാൻ ടോപ്പ് ബോക്സിൻ്റെ ഉള്ളിൽ വെച്ചത്, ഇനിയൊന്നും കൂടെ ടോപ്പ് ബോക്സിൻ്റെ ഉള്ളിൽ കൊള്ളൂല. പുഴയുടെ അടുത്തൂടെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ചെനാബ് റിവറാണ് കേട്ടോ, അത് ചെനാബ് പുഴ. ചെനാബ് പുഴയുടെ അടുത്തൂടെയാണ് നമ്മൾ ഈ നാഷണൽ ഹൈവേ പോകുന്നത്. രാത്രി ആയതുകൊണ്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല. അതെ, നല്ല രസമുണ്ട് കാണാൻ. രാത്രി ആയതുകൊണ്ട് ക്യാമറയിൽ അത്ര നന്നായി കിട്ടില്ല. ഞാൻ കഴിഞ്ഞ 1-2 കിലോമീറ്റർ ആയിട്ട് ഈ നദിയുടെ അടുത്തുകൂടെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ മലനിരകൾക്ക് താഴെയിലൂടെ ഒരു നദി ഇങ്ങനെ ഒഴുകുന്ന കാണാൻ നല്ല രസമാണ്, വർണ്ണിക്കാൻ പറ്റാത്ത അത്രയും രസമുണ്ട് കേട്ടോ. നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുമ്പോഴാണ് ഏറ്റവും നല്ല വ്യൂ കിട്ടുന്നത്. 1 വെഹിക്കിൾ അറ്റ് എ ടൈം. ഇതുപോലത്തെ ഒരുപാട് ബ്രിഡ്ജുകളുണ്ട് കേട്ടോ, കുറേ ബ്രിഡ്ജുകളുണ്ട് ഇങ്ങനത്തെ. കാരണം നമ്മുടെ നദിയിലേക്ക് ഒഴുകുന്ന കൈവഴികളൊക്കെ അല്ലേ, ചെറിയ കുഞ്ഞു നദികളൊക്കെ ഈ വലിയ നദിയിലേക്ക് ഒഴുകിയെത്തുന്നത് ഈ പറഞ്ഞ വഴികളിലൂടെയാണ്. അപ്പോൾ ആ വഴികൾക്ക് മുകളിലാണ് ഇതുപോലെ ഇവർ ഇതുണ്ടാക്കിയിട്ടുള്ളത്. ഏത് പാലങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, നല്ല ചെമ്മരിയാടുകൾ കുറേ എണ്ണം, ആട്ടിടയന്മാർ. ഞാൻ പോകുന്നതും ആട്ടിടയന്മാരുടെ നാട്ടിലേക്കാണ് കേട്ടോ. പെഹൽഗാം എന്ന വാക്കിനർത്ഥം ആട്ടിടയന്മാരുടെ ഗ്രാമം എന്നാണ് പെഹൽഗാം എന്ന വാക്കിന് കാശ്മീരി ലാംഗ്വേജിൽ അർത്ഥം വരുന്നത്. ഈ നമ്മുടെ കന്യാകുമാരി ശ്രീനഗർ നാഷണൽ ഹൈവേയിൽ 44-ൽ ഒരുപാട് ടണലുകളുടെ പണി നടക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ചിലതൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഇതുപോലെ ചിലതൊക്കെ എപ്പോഴും പണി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ബ്ലോക്കുകളും ഉണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. ജമ്മു കാശ്മീരിൽ നമ്മുടെ ശ്രീനഗർ ഹൈവേയിൽ ഒരുപാട് ടണലുകളുടെ പണികൾ നടക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് എണ്ണിയാ തീരാത്ത അത്രയും ടണലുകളുടെ പണി നടക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല ബ്ലോക്കാണ്, നല്ല ബ്ലോക്കുണ്ട്. ഈ ടണലുകളുടെ ഒക്കെ പണി നടക്കുന്നുണ്ട്. എല്ലാ ടണലിൻ്റെയും പണികൾ ഒരുമിച്ചാണ് നടക്കുന്നത്. സോ ചില ടണലുകൾ ഇതുപോലെ ഓപ്പൺ ആയിട്ടുണ്ട്, ചിലതൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ വണ്ടിയും
ജാക്കറ്റും റൈഡിങ് ഗിയേഴ്സും എല്ലാം, ഹെൽമെറ്റും പിന്നെ ഗോപ്രോ മൊബൈലെല്ലാം പൊടി നിറഞ്ഞിട്ട് അതിൻ്റെ ഒറിജിനൽ കളറ് തിരിച്ചറിയാൻ പറ്റാത്ത അത്രയും പൊടിയായിട്ടുണ്ട്. കണ്ണിലും മൂക്കിലും വായിലൊക്കെ കയറാവുന്ന അത്രയും പൊടി കയറിയിട്ടുണ്ട്. കഴിഞ്ഞ 4 മണിക്കൂറായിട്ട് ഒരേ ബ്ലോക്കിൽ തന്നെ ആയിരുന്നു കേട്ടോ ഈ ഇതിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ കാരണം. പക്ഷെ അതൊക്കെ ഒരു കാര്യത്തിന് നോക്കുന്ന സമയത്ത് അത് നല്ലതാണ്. കാരണം ഈ ഒരു പണി നടന്നു കഴിഞ്ഞിട്ട് പിന്നീട് ഈ ഇത് ടണലുകളൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ അതുണ്ടാക്കാൻ പോകുന്ന ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ അധികം കേട്ടോ. അതായത് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റും യാത്ര ചെയ്യുന്നവർക്കൊക്കെ. ഇനി അടുത്തൊരു തവണ ഇതുവഴി യാത്ര ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് സ്ഥലങ്ങൾ വളരെ കുറച്ച് സമയം കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അത്രയധികം ടണലുകൾ ഉണ്ടാക്കുന്നുണ്ട്. എവിടെയൊക്കെ മല നമ്മൾ ചുരം കയറി ഇറങ്ങണോ അവിടെയൊക്കെ ടണലുകൾ ഉണ്ടാക്കുന്നുണ്ട്. അടുത്ത ബ്ലോക്ക് എത്തിയെന്ന് തോന്നുന്നു. യെസ്, ഓറഞ്ച് കളർ കാണാൻ തുടങ്ങിയിട്ടുണ്ട് മാപ്പിൽ. ഒരു 4 മണിക്ക് ശേഷം, അതായത് 4.25 മണിക്കൂറിന് ശേഷം എനിക്ക് നല്ലൊരു ഹൈവേ കിട്ടിട്ടോ. NH 244 ഇപ്പോൾ ഞാനുള്ളത്. NH 44 ഇറങ്ങി. സോ ഇനിയൊരു 78 കിലോമീറ്ററാണ് പഹൽഗാമിലേക്കുള്ളത്. ബനിഹാൽ വഴിയാണ് പോകുന്നത്. ബനിഹാൽ കാശ്മീരിലെത്തിയാണ്. രാവിലെ കാശ്മീരിലെത്തിയപ്പോഴൊക്കെ നല്ല ചൂടായിരുന്നു കേട്ടോ, നേരത്തെ പറഞ്ഞ പോലെ. ഇപ്പോൾ ചൂട് കുറഞ്ഞുണ്ട്. രാത്രി ആയതുകൊണ്ടാണോ എന്നറിയില്ല. 28 ഡിഗ്രി സെൽഷ്യസ്, 22 അങ്ങനെ എന്തോ ആണ് ഇവിടെ എഴുതി കാണിച്ചത്. NH 44 തന്നെ കയറി കേട്ടോ. നമ്മുടെ സെയിം ശ്രീനഗർ ഹൈവേയിൽ തന്നെ കയറി കഴിഞ്ഞു. ബട്ട് ഇപ്പം ഹൈവേ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹൈവേ ആണ്. ബനിഹാൽ ക്വാസികുണ്ട് ടണലാണ് ഇതിൻ്റെ പേര്. ഈ ഒരു ടണലിൻ്റെ പേര് ബനിഹാൽ ക്വാസികുണ്ട് ടണൽ. അത്യാവശ്യം ലെങ്ത് ഉണ്ടെന്ന് തോന്നുന്നു. ടണല് കഴിഞ്ഞു കേട്ടോ. ഇത് ഞാൻ ഉദ്ദേശിച്ച പോലെയൊന്നല്ല കേട്ടോ. എൻ്റെ പൊന്നെ, ഒരുപാട് ലെങ്ത് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് ഉണ്ട്. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു ടണലിൻ്റെ ലെങ്ത്. ഞാൻ കയറിയതിൽ വെച്ചിട്ട് ഏറ്റവും ലെങ്ത് കൂടിയ ടണല് അല്ലെങ്കിൽ ഇതാണ് ഞാൻ ഡ്രൈവ് ചെയ്തതിൽ വെച്ചിട്ട്. ഞാൻ കയറിയത് വെച്ചിട്ടും ഇതന്നായിരിക്കണം കൂടുതൽ. മറ്റേ റെയിൽവേ ടണലിൽ ഷിംല കൽക്ക ടോയ് ട്രെയിനിൻ്റെ ഒരു ടണലുണ്ടായിരുന്നു. ഞാൻ ഷിംലയുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അത് 3 മിനിറ്റിലധികം സമയം എടുക്കുന്ന ഒരു ടണലുണ്ട്. അത് ട്രെയിനാണ്, ടോയ് ട്രെയിനിൻ്റെയാണ്. ഇത് നമ്മുടെ നോർമൽ വെഹിക്കിള്. ഞാൻ ഓടിച്ചുകൊണ്ട് പോയിട്ടുള്ള ടണലുകളിൽ ഏറ്റവും കൂടുതൽ നീളം കൂടിയത് ഈ ടണലാണ് കേട്ടോ. അതുപോലെ തന്നെ അടൽ ടണലും അത്യാവശ്യം നല്ല നീളമുള്ളതാണെന്ന് അറിയാം. അത് ഞാൻ പോയിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് ലെങ്ത് എത്ര ഉണ്ടെന്ന് അറിയില്ല. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ടണൽ ഏതാണെന്നും ഞാൻ റെഫർ ചെയ്തിട്ട് ഇവിടെ വീഡിയോയ്ക്ക് മുകളിൽ എഴുതി കാണിക്കാം കേട്ടോ. ഞാൻ ശ്രീനഗർ ഹൈവേയിൽ നിന്ന് ഇറങ്ങി കേട്ടോ. പഹൽഗാമിലേക്ക് ശ്രീനഗർ എത്തുന്നതിന് ഒരു 40-50 കിലോമീറ്റർ മുമ്പ് റൈറ്റ് സൈഡിലോട്ട് ഇറങ്ങണം. ഇനി ഇവിടുന്ന് ഒരു 46 കിലോമീറ്ററാണുള്ളത്. ഹൈവേയിൽ നിന്ന് ഇറങ്ങിയിട്ട് റൈറ്റ് സൈഡിലേക്ക് ഇറങ്ങിയിട്ടൊരു 46 കിലോമീറ്ററാണ് പഹൽഗാമിലേക്കുള്ളത്.